രാവിലെ തന്നെ നമ്മളെ വെള്ളം വണ്ടി പോകുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ കൈതച്ചക്കത്തോട്ടം വരാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഒരുപാട് തണുപ്പാണ്. ഇന്നത്തെ മാസമായിട്ട് നല്ല അടിപൊളി തണുപ്പാണ് രാവിലെ തന്നെ പോകുമ്പോൾ. രാവിലെ തന്നെ ഇതാ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ കോൺക്രീറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതാ ബൂംബമ്പൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഗായ്സ് കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഡയഫ്രത്തിൻ്റെ കോൺക്രീറ്റ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ നല്ല ബൂംബമ്പ് നല്ല ആകാശത്തോട്ട് പോയിട്ടുണ്ട്. അപ്പുറം നമ്മൾ കാണുന്നില്ല. അപ്പുറം ഇപ്പോൾ കോൺക്രീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യനൊക്കെ അങ്ങനെ ഉദിച്ച് വരുന്നേ ഉള്ളൂ. ചെറിയൊരു ലൈറ്റായിട്ടുള്ള ഒരു റെഡിഷ് ആകാശമൊക്കെ കാണാം. നമ്മളിപ്പോൾ സർവീസ് റോഡിൽ വെച്ചിട്ടാണ് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. രാവിലെ തുടങ്ങിയാണ് കേട്ടോ. ഇതിപ്പോൾ കഴിയും. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് കഴിയുന്ന പരിപാടിയാണ്. തൽക്കാലം ഇപ്പോൾ വണ്ടിയൊക്കെ ഇത് അപ്പുറത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ വണ്ടി ഇപ്പോൾ ഇതുവഴി ഡൈവേഷൻ ചെയ്ത് തിരിച്ച് വിട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ഓപ്പൺ ആക്കും. അപ്പോൾ ഇതാ സൂര്യനൊക്കെ ഉദിച്ചിങ്ങ് എത്തിയിട്ടില്ല. ആകാശമൊക്കെ നല്ല റെഡിഷ് കളറായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിന്നാണ് കേട്ടോ ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് ആര്യവണിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഇതാ പണിക്കാരൊക്കെ ഇവിടെ പണിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ എടപ്പാളൊക്കെ പോയിട്ട് വീണ്ടും തിരിച്ച് നമ്മുടെ സൈറ്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ഇത്രത്തോളം പണിയെല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ആര്യവളിൽ ഇഷ്ടം പോലെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് പണിയൊക്കെ നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ കുറേ ഏരിയയിൽ കട്ടിങ് ഒക്കെ കഴിഞ്ഞാണ് കേട്ടോ. സൈഡിലൊക്കെ നിരനിരയായിട്ട് ആര്യവൾ പാനൽ വെച്ചിട്ടുണ്ട്. ദൂരമായിട്ട് ഇതാ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഇതാ നമ്മുടെ നേരത്തെ കണ്ട കോൺക്രീറ്റിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഏരിയ മൊത്തം ആര്യവള കൊണ്ട് പൊങ്ങി നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ പാലത്തിനോട് ചേരേണ്ട ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഇപ്പം കാര്യമായിട്ട് പണിയൊക്കെ നടക്കുന്നത്. ഗൈസ് ഇവിടെ 2 ക്രെയിൻ ഇതാ നിർത്തിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആര്യവാളിൽ പാനൽ വെക്കുന്ന ക്രെയിനുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ ബിജുവിൻ്റെ JCB ഇത് എവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ ഇന്ന് ഇതിലാണ്. ഇന്നിപ്പോൾ ബിജു ഇല്ല, ബിജു നാട്ടിൽ പോയി. അപ്പോൾ അച്ചുവാണ് JCBയിലുള്ളത്. അപ്പോൾ അച്ചുവിൻ്റെ കൂടെയാണ് നമ്മളിന്ന്. നമ്മൾ അച്ചു ഇതാ ദൂരെ നിന്ന് നടന്നു വരുന്നുണ്ട് കേട്ടോ. നല്ല പളവളാ മിന്നുന്ന കുപ്പായൊക്കെ ഇട്ടിട്ടാണ് വരവ്. നമ്മൾ വണ്ടി എടുത്ത് കേട്ടോ. രാവിലെ തന്നെ തലപ്പാടി ഏരിയയിലാണ് പണി. ഗൈസ് നമ്മളിതാ ഇറങ്ങി കേട്ടോ. നേരെ തലപ്പാടി ഭാഗത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. നമ്മുടെ ഇറ്റാച്ചി രാവിലെ തന്നെ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കോൺക്രീറ്റ് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ചുകൂടി ബാക്കിയുണ്ട്. ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴോ ഇതുവഴിയാണ് ഡൈവേഷൻ. ഇവിടെയൊക്കെ വെള്ളമൊക്കെ നനച്ചിട്ടിട്ടുണ്ട് പൊടിയൊക്കെ പറയാതിരിക്കാൻ വേണ്ടി. നമ്മുടെ ഇറ്റാച്ചിയൊക്കെ ഇവിടെ തകർന്നതായിട്ടുള്ള പണിയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മുടെ മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ട് ലോഡാക്കുന്നത് ആര്യവാളിൻ്റെ. അപ്പോൾ അതാ അവിടെ നിന്ന് മിക്സിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈഡിൽ കർവിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. പത്ത് ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. സൈഡായിട്ട് നമ്മുടെ വർക്കർ കർവ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. നമ്മുടെ തുമിനാടുള്ള ഫോട്ടോർ ബ്രിഡ്ജാണ് കേട്ടോ മുന്നിലായിട്ട് കാണുന്നത്. അതിൻ്റെ പണിയൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഉപ്പള പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ റോഷി റോളർ അടിച്ച് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആര്യവാളിൻ്റെ വർക്ക് സൈഡായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇറ്റാച്ച് അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇത്രത്തോളം നമ്മുടെ ആര്യവാളിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട്.
ബാക്കിയുള്ളത് ഇറ്റാച്ച് ഇതാ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ആ അച്ചുവിൻ്റെ കൂടെ ആയിരുന്നു പണി. ഇപ്പം ഇങ്ങോട്ട് വന്നു. നമുക്കിവിടെ കുറച്ച് ലെവലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഇതാ ഉപ്പള നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ അടുത്തായിട്ട് നമ്മുടെ വണ്ടി ഇതാ അവിടെ കിടപ്പുണ്ട്. ഇവിടെ ഇത് ഇറ്റാച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇനി ഇവിടെയൊക്കെ നമ്മൾ ആറിവാളിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. താഴെയൊക്കെ നല്ല കല്ലാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഉറപ്പുള്ള സ്ഥലമാണ്. ഇതൊക്കെ കണ്ടില്ലേ, മൊത്തം കല്ലിൻ്റെ പീസുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതാ കട്ടിങ്ങിലെടുക്കാൻ നമ്മുടെ കൊടയും ചൂടി നമ്മുടെ കേബിളിൻ്റെ വയ്യ ഇരിപ്പുണ്ട്. ഇറ്റാച്ച് നല്ല സെറ്റപ്പോടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അറഞ്ചം പറഞ്ഞം കട്ടിങ്ങാണ്. പക്ഷേ വെയിൽ ആകുമ്പോൾ ഒരു രക്ഷയുമില്ല. കത്തി ജ്വലിക്കുന്ന വെയിലാണ്. മൊത്തം കട്ടിങ് തന്നെയാണ് കേട്ടോ. കട്ട് ചെയ്ത് പറിച്ചെടുക്കുകയാണ്. നല്ല നല്ല ഹാർഡായിട്ടുള്ള കല്ല് തന്നെയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഇത്രത്തോളം ഹൈറ്റിൽ താഴ്ത്തിയിട്ടാണ് കേട്ടോ ആറിവാളിൻ്റെ പരിപാടി തുടങ്ങുക. അപ്പോൾ ഇതാ ഇവിടുന്ന് ഇങ്ങനെ പൊടി വാറിക്കൊണ്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തം പണി തന്നെയാണ് കേട്ടോ. ഇത്രത്തോളം കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിച്ചത് ഇനിയിപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യാനുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ റോസി വന്ന് റോളറടിച്ച് പോയി കേട്ടോ. താഴെയായിട്ട് ഇതാ നമ്മുടെ ക്രെയിന് ആറിവാളിൻ്റെ പരിപാടിയൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സെൻറ്ററിലൊരു ഇഷ്ടം പോലെ ആറിവാൾ പാനൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന പുള്ളിക്കൂടെ നമ്മുടെ കേബിളുകാരൻ്റെ ആണ്. അപ്പോൾ ഇവിടെ കട്ടിങ്ങിലെടുക്കുക കേബിൾ പൊട്ടുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂപ്പർ. ഈ കാണുന്ന ഇതൊക്കെ നമ്മുടെ കേബിളുകാരൻ്റെ കേബിളാണ് കേട്ടോ. ഇതൊക്കെ പൊട്ടാതെ നോക്കലാണ് മൂപ്പറിൻ്റെ പണി. അപ്പോൾ അതാ ഇവിടെ ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല വെയിലാണ്. നമ്മളിപ്പം നമ്മുടെ വണ്ടിയുടെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതവിടെയൊക്കെ ആറിവാൾ പാനൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രെയിൻ ഇതാ ആറിവാൾ പാനലും തൂക്കിയെടുത്ത് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ സൈഡിലായിട്ട് ഏറ്റവും താഴത്തെ ആറിവാൾ പാനലാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ PCC അടിച്ച് അതിനെ ലെവലാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ആറിവാൾ പാനൽ വെച്ച് പോകുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാ നമ്മുടെ ആരോണി ഇതാ ഇവിടുന്ന് ഫോർക്ക് ലിഫ്റ്റും കൊണ്ട് നമ്മുടെ ക്രാഷ് ബാരിയറൊക്കെ എടുത്ത് സൈഡിലോട്ട് കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. അതുപോലെ മൊത്തം പണിയാണ്. നമുക്ക് കുറച്ച് ലെവലിങ്ങും കാര്യങ്ങൾ തന്നെ ഉണ്ട്. നമ്മളെ വണ്ടിയുടെ കിടപ്പുണ്ട്. നമ്മൾ ഇത്രത്തോളം ലെവലാക്കി കേട്ടോ. ഇറ്റാച്ച് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് സന്ധ്യയായി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറ്റാച്ചിയുടെ പണി തരുന്നിട്ടില്ല. ലോറി ഇങ്ങനെ ലോഡ് ചെയ്ത് വിടുകയാണ്. അപ്പോൾ ഇതാ ലോഡൊക്കെ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ലോഡിന് വേണ്ടിയിട്ടുള്ള ലോറി ഇതാ അവിടെ പോയി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഏരിയയിൽ ഇതാ ദൂരെയായിട്ട് നമ്മുടെ ഗ്രേഡർ ഇതാ ഇത്രത്തോളം നല്ല ലെവൽ ചെയ്ത് കഴിഞ്ഞു. ആ റെഡ് കളർ മണ്ണൊക്കെ കാണുന്നത് മൊത്തം ലെവലിങ് കഴിഞ്ഞ ഏരിയയാണ്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം വണ്ടിയൊക്കെ അതൊരു ഒഴുക്കിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. നോർമലായിട്ടുള്ള തിരക്കേ ഉള്ളൂ. മഴ വന്നു കഴിഞ്ഞാൽ മൊത്തം ചളിയും. ഇതാ വെയിൽ വന്നാൽ ഇങ്ങനെ ഫുള്ള് പൊടിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി ഇതേ ഇവിടെ കിടപ്പുണ്ട്.